നമ്മൾ ഇന്ന് റോമാലേഖനം 1-ാം അധ്യായം 28-ാമത്തെ വാക്യം നമുക്ക് മുതൽ ചിന്തിക്കാം. അവിടെ നമ്മളിങ്ങനെ വായിക്കുന്നു: ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിപ്പാൻ ഇഷ്ടമില്ലാത്തതിന് തക്കവണ്ണം ദൈവരെ ഉചിതമല്ലാത്ത ചെയ്യുവാൻ നികൃഷ്ട ബുദ്ധിയിൽ ഏൽപ്പിച്ചു. 24-ാമത്തെ വാക്യത്തിലും 26-ാമത്തെ വാക്യത്തിലും അവര് ദൈവത്തെ ദൈവം ഓർത്ത് മഹത്വീകരിക്കാൻ നന്ദി കാണിക്കുകയും ചെയ്യാത്തതുകൊണ്ട് ദൈവം അവരെ കൈവിട്ടെന്നാണ് നമ്മൾ വായിക്കുന്നത്. നമ്മൾ ദൈവത്തോടുള്ള ബന്ധത്തിൽ ചിന്തിക്കുമ്പം ദൈവത്തെ അന്വേഷിക്കുന്ന എല്ലാവർക്കും ദൈവം തന്നെത്താൻ വെളിപ്പെടുത്താറുണ്ട്. നമ്മൾ അനേക ജീവചരിത്രങ്ങളൊക്കെ വായിച്ചിട്ടുണ്ട്. സാധു സുന്ദർ സിംഗ് അതുപോലുള്ള പലരുടെയും. അവരൊക്കെ ആത്മാർത്ഥമായിട്ട് എങ്ങനെ ദൈവമുണ്ട്, നിന്നെ തന്നെ എനിക്ക് വെളിപ്പെടുത്തണമെന്നുള്ള ഒരു ദാഹത്തോടെ ദൈവത്തെ അന്വേഷിച്ചതിന്റെ അനന്തരഫലമായിട്ട് ദൈവത്തെ കണ്ടുമുട്ടിയതാണെന്ന് നമുക്കറിയാം. അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായത്തിൽ അങ്ങനെ ചരിത്രം പറയുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായത്തില് നമ്മൾ അതിന്റെ ആദ്യ ഭാഗത്ത് ഇങ്ങനെ വായിക്കുന്ന: കൈസരിയിൽ ഇത്താലിയ എന്ന പട്ടാളത്തിൽ കൊർന്നല്യോസ് എന്ന പേരുള്ള ശതാധിപനുണ്ടായിരുന്നു. അവൻ ഭക്തനും തന്റെ സകല ഗ്രഹത്തോടും കൂടി ദൈവത്തെ ഭയപ്പെടുന്നതിനുമായി ജനത്തിന് വളരെ ധർമ്മം കൊടുത്തും എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചും പോന്നു. നമുക്കറിയാം, ഈ കൊർന്നല്യോസ് ഒരു ജാതീയനായിരുന്നു, ഒരു ശതാധിപനായിരുന്നു, ജാതീയനായിരുന്നു. പക്ഷെ കൊർന്നല്യോസിനെ കുറിച്ച് ഇവിടെ എഴുതിയിരിക്കുന്നത് അവനും അവന്റെ കുടുംബം സകല ഗ്രഹത്തോടും കൂടി ദൈവത്തെ ഭയപ്പെടുന്നവനായി ജനത്തിന് വളരെ ധർമ്മം കൊടുത്ത് എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചും പോന്നു. നമുക്കറിയാം, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോ മനുഷ്യന്റെ ഉള്ളിൽ ദൈവം ഒരു മനസാക്ഷി ഇട്ടിട്ടുണ്ട്. അത് ചെറിയ കുഞ്ഞായിരിക്കുമ്പോൾ തൊട്ടേ അത് എല്ലാ മനുഷ്യരും ഉള്ളൊരു കാര്യമാണ്. നമ്മൾ ദൈവത്തെ, നമുക്കറിയാം, ദൈവത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും അത് അധികം ആഴ്ത്തി ചിന്തിക്കാത്തത് കൊണ്ട് നമുക്ക് ആ കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു വ്യക്തമായ ബോധ്യം പലപ്പോഴും ഇല്ല. നമുക്കറിയാം, ദൈവത്തിന് ഒരു രൂപമില്ല. അതുകൊണ്ടാണ് 10 കൽപ്പന കൊടുക്കുമ്പോൾ ഞാനല്ലാതെ അന്യ ദൈവം നിങ്ങൾക്ക് ഉണ്ടാകരുതെന്ന് പറഞ്ഞിട്ട് രണ്ടാമത് ഒരു വിഗ്രഹം ഉണ്ടാക്കരുത്, വിഗ്രഹത്തെ നമസ്കരിക്കുകയും ചെയ്യരുത്. പക്ഷെ വീണുപോയ മനുഷ്യന്റെ പ്രത്യേകത, അവൻ ആത്മാവിന്റെ തലത്തിൽ മരിച്ചവനായതുകൊണ്ട് അവൻ ദേഹിയിൽ ദൈവത്തെ അറിയാൻ ശ്രമിക്കുമ്പോൾ ഒരു കാഴ്ചയില് അല്ലെ കാണുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ അവനൊരു അംഗീകാരം പറ്റത്തുള്ളൂ. ദൈവം ഉണ്ടെന്ന് അവനെ വിശ്വസിക്കാനോ ദൈവത്തോട് പ്രതികരിക്കാനേ കഴിയത്തുള്ളൂ. അതുകൊണ്ട് തന്നെ സംഭവിക്കുന്ന ഒരു കാര്യം, ഈ ബുദ്ധി കൊണ്ട് ദൈവത്തെ നമുക്ക് അറിയാനായിട്ട് കഴിയത്തില്ല. നമ്മൾ ആത്മാവില് ഹൃദയം കൊണ്ടാണ് ദൈവത്തെ അറിയുന്നത്. അത് വിശ്വാസത്താലാണ്, കാഴ്ചയാലല്ല. ഈ കൊർന്നല്യോസിനെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പോൾ പുള്ളിക്ക് അങ്ങനത്തെ ഒരു വിശ്വാസം എവിടുന്നാ കിട്ടിയേ? ഒരു ജാതീയനാണ്, സ്വാഭാവികമായിട്ട് ജാതീയരാകുമ്പോൾ അവർ വിഗ്രഹാരാധികളായിരിക്കും. പക്ഷെ ഈ മനുഷ്യനെ കുറിച്ച് നമ്മൾ വായിക്കുന്നത് അവൻ ദൈവത്തെ ഭയപ്പെട്ടതിന്റെ അനന്തര ഫലമായിട്ട് വളരെ ധർമ്മം കൊടുക്കുകയും എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു നമ്മൾ വായിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദൈവത്തിന്റെ ദൂതൻ അവന് പ്രത്യക്ഷനായി പത്രോസിനെ വിളിച്ച് പ്രസംഗം കേൾക്കാനുള്ള നിർദ്ദേശം കൊടുക്കുന്നത്. ആ മനുഷ്യൻ അങ്ങനെ അംഗീകരിക്കുന്നുണ്ട്. അതിന്റെ 25-ാമത്തെ വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നു: പത്രോസ് അകത്ത് കയറിയപ്പോൾ കൊർന്നല്യോസ് എതിരേറ്റ് അവന്റെ കാൽക്കൽ വീണ് നമസ്കരിച്ചു. പുള്ളിക്ക് ദൈവത്തെക്കുറിച്ച് വ്യക്തമായ അറിവില്ലെങ്കിലും തന്റെ മനസാക്ഷിയിലുള്ള ബോധ്യം അനുസരിച്ച് ദൈവത്തെ ഭയപ്പെട്ട് ദാനധർമ്മമൊക്കെ ചെയ്ത് എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ നമുക്ക് കാണാൻ കഴിയുന്നു. ദൈവം അത് കണ്ടുമുട്ടുന്നു. അതിനും മറുപടിയായിട്ട് പത്രോസ് പറയുന്ന ഒരു കാര്യം 10:34 അപ്പോൾ പത്രോസ് വായു തുറന്ന് പറഞ്ഞു കൊടുക്കും: ദൈവത്തിന് മുഖപുരുഷമല്ല എന്നും ഏത് ജാതിയിലും അവനെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവനെ അവൻ അംഗീകരിക്കുന്നു എന്നും ഞാൻ ഇപ്പോൾ യഥാർത്ഥമായി ഗ്രഹിക്കുന്നു. നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, ദൈവത്തിന് മുഖപക്ഷമില്ല. നമുക്കറിയാം, നമ്മളെല്ലാം ഇപ്പം ഈ ലോകത്തിൽ പല മതങ്ങളുണ്ട്. നമ്മൾ മതത്തിന്റെ അടിസ്ഥാനത്തിൽ ആൾക്കാരെ നോക്കുന്നത്. പക്ഷെ ദൈവം ഒരിക്കലും അങ്ങനെ നോക്കുന്നില്ല. ദൈവം തന്റെ സൃഷ്ടി എന്നുള്ള നിലയിലാണ് മനുഷ്യനെ നോക്കുന്നത്. ദൈവത്തിന് മതമോ ജാതിയോ അങ്ങനത്തെ വേർതിരിവൊന്നുമില്ല. അതേത് ജാതിയിലോ മതത്തിലോ പെട്ടവരാണെങ്കിലും ദൈവത്തെ ഭയപ്പെടുകയും ദൈവത്തെ
ആ നിലയിൽ അന്വേഷിക്കുകയും ചെയ്യുന്നവർക്ക് ദൈവം തന്നെത്താൻ വെളിപ്പെടുത്തി കൊടുക്കും. നാളെ സാഗ്ലൂർ പറഞ്ഞൊരു കാര്യം ഞാൻ ഓർക്കുകയായിരുന്നു. ഒരു മിഷണറി വനിതയെ കുറിച്ച്. അവരുടെ സാക്ഷി 3-ാമത്തെ വയസ്സിൽ അവർ രക്ഷിക്കപ്പെട്ടെന്ന്. എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ഉള്ളിൽ ദൈവത്തെ അന്വേഷിക്കാനും ദൈവത്തെ കണ്ടെത്താനുമുള്ള ഒരു അന്വേഷണത്തിനുള്ള ആഗ്രഹം ദൈവം ഇട്ടിട്ടുണ്ട്. ആര് ആ അന്വേഷണത്തിലൂടെ മുന്നോട്ട് പോകുന്നു, അവര് ദൈവത്തെ തീർച്ചയായിട്ടും കണ്ടുമുട്ടും. അതിന് പ്രായപരിധിയോ മത അല്ലെങ്കിൽ ജാതി അങ്ങനത്തെ വ്യത്യാസങ്ങളൊന്നുമില്ല. അപ്പൊ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നൊരു കാര്യം, ഈ കൊർന്നല്യോസ് ദൈവഭക്തനായിരുന്നുകൊണ്ട് ഒത്തിരി ധർമ്മം കൊടുത്ത് നമ്മൾ വായിക്കുന്നത്. അഗതികളെ സഹായിക്കുന്ന ഒരു മനോഭാവം ഉണ്ടായിരുന്നു. അപ്പോസ്തലന്മാർ കർത്താവ് കൊടുക്കുന്ന കൽപ്പനയുണ്ട്, ദരിദ്രരെ ഓർത്തു കൊള്ളണം. ദൈവികമായ ഒരു നേച്ചറിലുള്ളൊരു കാര്യമാണ്. അത് ഈ മനുഷ്യന്റെ ഉള്ളിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അവൻ വളരെ ദാനധർമ്മം കൊടുക്കുകയും എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചു പോകുന്നു നമ്മൾ വായിക്കുന്നത്. അപ്പൊ നമുക്കറിയാം, ആ പ്രാർത്ഥന എന്ന് പറയുന്നത് ഉള്ളിൽ നിന്ന് വരുന്ന ഒരു പ്രാർത്ഥനയാണ്. ദൈവത്തെക്കുറിച്ച് ആ മനുഷ്യനുള്ള ധാരണ ജാതി എന്നുള്ള നിലയിലുള്ള ധാരണയ്ക്ക് അപ്പുറത്തായിട്ട് ആന്തരികമായിട്ട് ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു മനോഭാവമായിരുന്നു. നമ്മുടെ ഉള്ളിൽ, എല്ലാവരുടെയും ഉള്ളില് ശോധന ചെയ്താൽ കാണാൻ കഴിയും. നമ്മളൊരു തിന്മ ചെയ്യുമ്പോൾ, തെറ്റ് ചെയ്യുമ്പോൾ, അത് എത്ര ചെറിയ കുഞ്ഞാണെങ്കിലും അതിന്റെ മനസ്സാക്ഷിയിൽ ഒരു ആക്ഷേപം ഉണ്ടാകും. മനസ്സറിക്കേട് കാണിക്കുമ്പോൾ, മത്സരിക്കുമ്പം, കള്ളം പറയുമ്പം, ഏത് പാപം ചെയ്താലും അതിന്റെ മനസ്സാക്ഷിയിൽ ഒരു ആക്ഷേപം അത് നേരിടേണ്ടി വരും. പക്ഷെ അത് വളരും തോറും ആ മനസ്സാക്ഷിയുടെ ശബ്ദത്തോടെ മുഖം തിരിഞ്ഞു നിൽക്കുന്നതുകൊണ്ട്, പ്രതികരിക്കാതിരിക്കുന്നതുകൊണ്ട് സാവകാശം ആ ശബ്ദം നേർത്തതായി തീർന്ന അവസാനം ആ ശബ്ദം കേൾക്കാതാവും. അങ്ങനെയാണ് കൂടുതൽ 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 പാപത്തിലേക്ക് പോകാനായിട്ട് ഇടയായിത്തീരുന്നത്. നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഈ മനസ്സാക്ഷി നമ്മളോട് സമ്പാദിച്ചുകൊണ്ടായിരിക്കുന്നത്. നമ്മൾ റോമലേഖനം 1-ാം അധ്യായം 2-ാം അധ്യായത്തിൽ ഇതിനെക്കുറിച്ച് വായിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ കാണുന്ന, റോമർക്ക് ലേഖനം 2-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യത്തിൽ, അവരുടെ മനസ്സാക്ഷി കൂടെ സാക്ഷ്യം പറഞ്ഞു, അവരുടെ വിചാരങ്ങൾ തമ്മിൽ കുറ്റം ചുമത്തുകയോ പ്രതിപാദിക്കുകയോ ചെയ്തുകൊണ്ട് അവർ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി അവരുടെ ഹൃദയങ്ങളിൽ എഴുതിയിരിക്കുന്നു, തങ്ങളുടെ ഹൃദയത്തിൽ എഴുതിയിരിക്കുന്നതായി കാണിക്കുന്നു. നമുക്കെല്ലാം അറിയാവുന്നൊരു കാര്യം, ഏത് മതസ്ഥനാണേലും ഒരു നിയമം ലംഘിക്കുമ്പോൾ അവന്റെ ഉള്ളിൽ ആ നിലയിലൊരു ശബ്ദം അവന് കേൾക്കാൻ കഴിയും. അരുത്, അത് നിന്നെ അപകടത്തിലേക്ക് നയിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ദൈവിക ശബ്ദത്തോട് പ്രതികരിക്കുന്നവരെ, ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ദൈവം തന്നെത്താൻ വെളിപ്പെടുത്തി കൊടുക്കും. ഈ കാലഘട്ടത്തിൽ, എല്ലാ കാലഘട്ടത്തിലും അത് അങ്ങനെ തന്നെയായിരുന്നു. നമുക്കറിയാം, വനങ്ങളിൽ താമസിക്കുന്ന ആദിവാസികൾക്ക് പോലും അങ്ങനത്തെ ഒരു ആന്തരിക ശബ്ദം കേൾക്കാനായിട്ട് കഴിയും. ഞങ്ങളുടെ ഇവിടെ ആദിവാസികളുള്ളൊരു സ്ഥലമാണ്. അതില് ആദിവാസികളിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരനെ എനിക്കറിയാം. പുള്ളിക്ക് 8 മക്കളാ, 8 പെൺകുഞ്ഞുങ്ങൾ. അപ്പൊ ഒരിക്കലും പുള്ളി ഇങ്ങനെ, ഇവരെല്ലാം ഈ മോഷണം നടത്തിയാ ജീവിക്കുന്നത്. നമ്മുടെയൊക്കെ പറമ്പുകളിൽ കയറി തേങ്ങായി അടക്കായൊക്കെ പെറുക്കിക്കൊണ്ട് പോകും. അങ്ങനെ ഒരു ദിവസം ഞാൻ ചെല്ലുമ്പോൾ പുള്ളി എന്റെ മുന്നേ പെട്ടുപോയി. അപ്പം പുള്ളി ഇങ്ങനെ, എനിക്ക് പരിചയമുള്ള ആളാണ്. അപ്പം പുള്ളി ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്ന്, പിള്ളേരുടെ കാര്യമൊക്കെ പറഞ്ഞിട്ട് പുള്ളി എന്നോട് പറഞ്ഞു, എനിക്ക് 8 പെൺകുട്ടികളാ, മുകളിലൊരാളുണ്ടല്ലോ, പുള്ളി ഇതെല്ലാം കാണുന്നുണ്ട്. ഒരു ആദിവാസിയായ ഒരു മനുഷ്യനാണ്. അപ്പൊ പുള്ളിയുടെ ഉള്ളിൽ അങ്ങനത്തെ ഒരു ബോധ്യമുണ്ട്, മുകളിലൊരാളുണ്ട്. എല്ലാ മനുഷ്യന്റെയും യാഥാർത്ഥ്യം അതാണ്. അപ്പൊ നമ്മൾ പലപ്പോഴും, നമുക്കറിയാം, ഒരു കാലഘട്ടത്തില് ആഫ്രിക്കക്കാരെ അടിമകളായിട്ട് പിടിച്ച് അവരെ മനുഷ്യരായിട്ട് പരിഗണിക്കാതെ അടിമ കച്ചവടം നടത്തുകയൊക്കെ ചെയ്തൊരു കാലഘട്ടം നമുക്ക് അറിയാൻ കഴിയുന്നതാണ് അല്ലെ. സ്വാഭാവികമായിട്ടും ഒരു സംസ്കാരമുള്ള മനുഷ്യൻ അങ്ങനെയുള്ളവരെ മനുഷ്യരായിട്ട് അംഗീകരിക്കുകയില്ല. നമ്മുടെയൊക്കെ ഇവിടെ ആണെങ്കിലും അങ്ങനെ. ഈ ആദിവാസികളെ ഒരു മനുഷ്യനായിട്ട് അംഗീകരിക്കാൻ സാധാരണക്കാർക്ക് കഴിയത്തില്ല. ഒരു മൃഗത്തോട് ഇടപെടുന്നവര് അതിനോട് ഇടപെടത്തുള്ളൂ. പക്ഷെ അന്നേരം നമ്മുടെ ഉള്ളിൽ യാക്കോബ് അപ്പോസ്തലൻ പറഞ്ഞൊരു വചനമുണ്ട്, നിങ്ങള് ഈ നാവുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുകയും
അതേ നാവ് കൊണ്ട് ദൈവത്തിന്റെ സാദൃശ്യം ഉണ്ടായ മനുഷ്യനെ ശപിക്കുകയും ചെയ്യുന്നു. നമുക്ക് ആ ശബ്ദം ഉള്ളിൽ കേൾക്കാൻ കഴിയും. ദൈവം നമ്മളോട് അന്നേരം സംവാദിക്കുന്നുണ്ട്. അവരെ അറിവില്ലാത്തവരും അജ്ഞരും സംസ്കാരം ഇല്ലാത്തവരാണേലും അവരും നമ്മുടെ സമസൃഷ്ടികളാണ്. അതുകൊണ്ടാണ് ക്രിസ്ത്യൻ മിഷണറിമാർ എപ്പോഴും ഈ അടിമക്കച്ചവടത്തിനും ആ നിലയിലുള്ള ദുരാചാരങ്ങൾക്ക് എതിരായിട്ട് വലിയ നിലപാടുകൾ എടുക്കുകയും നിയമങ്ങൾ ഉണ്ടാക്കാൻ സർക്കാരിനെ നിർബന്ധിക്കുകയും ഒക്കെ ചെയ്തത്. അപ്പം നമുക്കെല്ലാം നമ്മുടെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ ഈ ഒരു സത്യം കാണാൻ കഴിയും. നമ്മുടെ മനസാക്ഷിയിലുള്ള ഒരു വാദപ്രതിവാദം നമുക്കത് ഇപ്പോഴും കാണാൻ കഴിയും. നമ്മൾ ദൈവത്തെ അറിയും തോറും വീണ്ടും ആ ശബ്ദം നമുക്ക് വളരെ വ്യക്തമായിട്ട് കേൾക്കാൻ കഴിയും, കുറെ കൂടെ സജീവമാകും. നമ്മൾ പാപത്തിൽ ജീവിക്കുമ്പോൾ ആ സജീവത്വം നമുക്ക് നഷ്ടപ്പെടും. നമുക്ക് ബോധമുണ്ടെങ്കിലും നമ്മൾ അതിനെ അവഗണിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ വീണ്ടും തിരിച്ച് കർത്താവിലേക്ക് വരുമ്പോൾ വീണ്ടും നമ്മുടെ മനസാക്ഷിയിൽ നമുക്കൊരു സജീവത്വം വരുന്നുണ്ട്. നമ്മൾ ആ മനസാക്ഷിയുടെ ശബ്ദത്തോട് ചെവി കൊടുക്കും തോറുമാണ് നമ്മൾ കർത്താവിന്റെ അതേ സ്വരൂപത്തിലേക്ക് വളരാനായിട്ട് തുടങ്ങുന്നത്. ഇവിടെ 24-ാം വാക്യത്തിലും 26-ാം വാക്യത്തിലും പറയുന്ന ഒരു കാര്യം, അവർ ദൈവത്തെ ദൈവം ഓർത്ത് മഹത്വീകരിക്കുകയും നന്ദി കാണിക്കുകയോ ചെയ്യാതെ. നമുക്കറിയാം, ആ മനുഷ്യൻ ദൈവത്തെ ഭയപ്പെട്ടതിന്റെ അനന്തരഫലമായി ദാനധർമ്മം ചെയ്യുകയും തന്റെ സകല ഗ്രഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുമെന്ന് എഴുതിയിരിക്കുന്നത്. തനിക്ക് ആ ദൈവഭയം ഉണ്ടായി, തന്നിലുണ്ടായ ദൈവഭയം തന്റെ കുടുംബത്തിൽ എല്ലാവർക്കും അവിടെ നമുക്ക് കാണാൻ കഴിയും. അവന്റെ സകല കുടുംബക്കാരെയും വിളിച്ചുകൂട്ടി പത്രോസ് അപ്പോസ്തലന്റെ പ്രസംഗം കേൾക്കാനായിട്ട്. അപ്പൊ തന്റെ ജീവിതത്തിന്റെ മാതൃക മറ്റുള്ളവരെ സ്പർശിക്കുന്നതായിരുന്നു കൊണ്ടാണ് താൻ ഈ പ്രസംഗം കേൾക്കാനായിട്ട് മറ്റുള്ള എല്ലാവരും വിളിച്ചപ്പോ എല്ലാവരും വന്നു കൂടിയത്. അപ്പൊ നമ്മുടെ ഒരു വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മൾ ഈ ദൈവിക ശബ്ദത്തോട് പ്രതികരിക്കുന്നിടത്താണ് നമ്മുടെ ജീവിതം രൂപാന്തരപ്പെടുകയും നമ്മുടെ സ്വഭാവത്തിന് മാറ്റം വരികയും ചെയ്യും. പക്ഷെ അപ്പോസ്തലൻ നമുക്കറിയാം, ഈ വചനം കേട്ടോണ്ടിരുന്നപ്പോൾ തന്നെ അവരുടെ മേലെല്ലാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വന്നു. ഒരളവിൽ ദൈവത്തെ അന്വേഷിക്കുന്നവനും ദൈവത്തെ ഭയപ്പെടുന്നവനായിരുന്നെങ്കിൽ പോലും ആ സുവിശേഷം കേട്ടോണ്ടിരുന്നപ്പോ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു. നമുക്കറിയാം, വചനം അനുസരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആത്മാവിന്റെ നിറവില്ലാണ്ട് പറ്റത്തില്ല. നമ്മുടെ സ്വയശ്രമം കൊണ്ട് നമ്മൾ വചനം അനുസരിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മളൊരു പരീശനായിത്തീരും. നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെ ഉന്നത ചിന്തകളും നമ്മൾ മറ്റുള്ളവരെ വിധിക്കുന്നവരും മറ്റുള്ളവരെ താത്തിക്കെട്ടുന്നവരും അവഗണിക്കുന്നവരൊക്കെ ആയിത്തീരും. പക്ഷെ ആത്മനിറവിൽ പരിശുദ്ധാത്മ ശക്തിയോട് നമ്മൾ വചനം അനുസരിക്കുന്നിടത്താണ് നമ്മൾ ആ പരിശുദ്ധത്തിൽ നിന്ന് പുറത്തു വന്നിട്ട് യഥാർത്ഥത്തിൽ കർത്താവിന്റെ സ്വരൂപമുള്ളവരായിത്തീരും. നമ്മുടെ ഹൃദയം വിശാലമാകുന്നു. കർത്താവിന്റെ കരുണയും ദയയും ഒക്കെ നമ്മുടെ മേലെ വർദ്ധിച്ചു വരാൻ തുടങ്ങുന്നു. നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ ശത്രുക്കൾക്ക് പോലും ഇടയുള്ളവരായിട്ട് നമ്മൾ തീരുന്നു. ഇതൊക്കെ ചെയ്യണമെന്നുണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി അത്യന്താപേക്ഷിതമാണ്. ഞാൻ പറഞ്ഞു വന്നൊരു കാര്യം, ഈ ദൈവത്തെക്കുറിച്ചുള്ള ഒരു ബോധ്യം മനുഷ്യർക്ക് കൊടുത്തിട്ടും അവർ ദൈവം ഓർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ എങ്ങനെ നമുക്കറിയാം, നമുക്ക് പലപ്പോഴും ദൈവ ഭയമില്ലാത്തൊരു കാര്യം, നമ്മൾ ആത്മാവ് കൊണ്ടല്ല ദൈവത്തെ അന്വേഷിക്കുന്നത്. ആത്മാവ് കൊണ്ട് ഹൃദയത്തിൽ ദൈവത്തെ അന്വേഷിക്കുന്ന ആളോടുള്ള ബന്ധത്തിലുള്ള പ്രത്യേകത, അവന്റെ ഉള്ളിൽ ദൈവഭയം വർദ്ധിച്ചു വരാൻ തുടങ്ങും. അതിന്റെ കാരണം ദൈവത്തിന്റെ സാന്നിധ്യം അവൻ എപ്പോഴും അനുഭവിക്കുന്നുണ്ട്. ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ നാവിനെ പലപ്പോഴും നമുക്ക് നിയന്ത്രിക്കാൻ കഴിയത്തില്ല. പരീക്ഷകൾ ശക്തമാകുമ്പോൾ പലപ്പോഴും നമ്മൾ ആകാത്ത വാക്കൊക്കെ പറയും. അതിന്റെ കാരണം എന്താ? ദൈവ സാന്നിധ്യ ബോധത്തെക്കുറിച്ചുള്ള ഒരു ബോധ്യം നമുക്കില്ല. ജസ്റ്റ് ഇപ്പൊ നമ്മുടെ വീട്ടിൽ അങ്ങനത്തെ ഒരു സാഹചര്യം കടന്നു പോകുമ്പോൾ നമ്മൾ വല്ലാണ്ട് അസ്വസ്ഥരായിരിക്കുമ്പോൾ നമ്മുടെ സഹോദരൻ കയറി വന്നാൽ നമ്മൾ പെട്ടെന്ന് തണുക്കും, ആകാത്തൊന്നും പറയത്തില്ല. കാരണം ആ സഹോദരന്റെ സാന്നിധ്യം നമ്മളെ കുറച്ച് ഭയമുള്ളവരാക്കി തീർക്കും. ദൈവഭയമല്ല, ഈ സഹോദരൻ കേൾക്കുമല്ലോ എന്നുള്ള ഒരു ചിന്തയെങ്കിലും വരും. പക്ഷെ യഥാർത്ഥത്തിൽ നമ്മുടെ ഭവനത്തിൽ എപ്പോഴും കർത്താവിന്റെ സാന്നിധ്യമുണ്ട്. നമ്മുടെ ഇതൊക്കെ എഴുതി വെക്കാറുണ്ട്, അവൻ ഈ ഊണുമേശയിലെ നിശബ്ദനായ അതിഥിയും ഒക്കെ ആണെന്നൊക്കെ നമ്മൾ എഴുതി വെക്കും. പക്ഷെ നമ്മൾ യഥാർത്ഥത്തിൽ അത് ഉൾക്കൊള്ളുകയോ അംഗീകരിക്കുകയോ ചെയ്യുന്നില്ല. അപ്പൊ നമ്മൾ ദൈവത്തെ അറിയും തോറും ദൈവഭയം കൂടും തോറും നമ്മൾ എവിടെയായിരുന്നാലും ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കാൻ തുടങ്ങും. എന്നെ കേൾക്കുന്ന ദൈവം ഇവിടെ ഉണ്ട്, എന്നെ കാണുന്ന, എൻ്റെ ചിന്തകളെ അറിയുന്ന, എൻ്റെ ആലോചനകളെ അറിയുന്ന ഒരു ദൈവം എൻ്റെ അടുത്തുണ്ടെന്നുള്ളൊരു ബോധ്യമാണ് നമ്മളെ പാപത്തിൽ നിന്ന് വിട്ടോടാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. ഞാൻ എൻ്റെ ഭാര്യയോട് സംസാരിക്കുമ്പോഴും
മാതാപിതാക്കളോട് സംസാരിക്കുമ്പോഴും സഹോദരന്മാരോട് സംസാരിക്കുമ്പോഴും എല്ലാം ഈ ദൈവബോധം എൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ, ദൈവഭയം ഉണ്ടെങ്കിൽ, എൻ്റെ സംസാരം കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തുന്നതും കേൾക്കുന്നവർക്ക് ആത്മീയവർദ്ധന വരുന്നതായിരിക്കും. പലപ്പോഴും നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, നമുക്ക് അങ്ങനത്തെ ഒരു ദൈവിക സാന്നിധ്യബോധം അനുഭവിക്കാനായിട്ട് കഴിയുന്നില്ല. അത് അനുഭവിക്കുന്ന ഒരാളാണ് എപ്പോഴും പാപത്തെ വിട്ട് ഓടുന്ന ഒരു ജീവിതത്തിലായിരിക്കുന്നത്. നമ്മള് അങ്ങനെ ദൈവത്തെ നമ്മൾ അനുസരിക്കാതിരിക്കുമ്പോൾ ദൈവം ചെയ്യുന്ന ഒരു കാര്യത്തെക്കുറിച്ച് 81-ാം സങ്കീർത്തനത്തിന്റെ 11 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. 81-ന്റെ 11 മുതൽ, എന്നാൽ എന്റെ ജനം എന്റെ വാക്ക് കേട്ടനുസരിച്ചില്ല, ഇസ്രയേലിനെ കൂട്ടാക്കിയതുമില്ല, അതുകൊണ്ട് അവർ സ്വന്തം ആലോചന പ്രകാരം നടക്കേണ്ടതിന് ഞാൻ അവരെ ഹൃദയകാഠിന്യത്തിന് ഏൽപ്പിച്ചു കളഞ്ഞു. അപ്പൊ നമ്മളെപ്പോഴും സ്വന്തം ഇഷ്ടപ്രകാരം നടക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവം നമ്മളെ ഹൃദയകാഠിന്യത്തിന് ഏൽപ്പിച്ചത് കൊണ്ടാണ്. 16-ാം സങ്കീർത്തനം നമ്മളിങ്ങനെ വായിക്കുന്നത്, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ അല്ല. 16-ാം സങ്കീർത്തനം 11-ാമത്തെ വാക്യത്തില് ദൈവത്തിന്റെ സന്നിധിയിൽ എപ്പോഴും സന്തോഷത്തിന്റെ പരിപൂർണതയും വലതുഭാഗത്ത് എപ്പോഴും പ്രമോദങ്ങളും ഉണ്ട്. ഈ നുറുങ്ങി തകർന്നുള്ളൊരു ഹൃദയമുള്ളിടത്താണ് ആ ഒരു സന്തോഷവും പ്രമോദവും ഒക്കെ ഉള്ളത്. നമ്മുടെ ഹൃദയം കഠിനപ്പെടുന്നിടത്ത് നമുക്ക് ആ സന്തോഷം നഷ്ടപ്പെടും, സമാധാനം നഷ്ടപ്പെടും, സ്വസ്ഥത നഷ്ടപ്പെടും. നമ്മുടെ വിചാരങ്ങളോടുള്ള ബന്ധത്തിൽ നമ്മുടെ വിചാരങ്ങളെല്ലാം മായയാണെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നത്. സങ്കീർത്തനം 93-ന്റെ 11 നമ്മളിങ്ങനെ വായിക്കുന്നു. അതിന്റെ 8 മുതലുള്ള വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നത്, ജനത്തിൽ മൃഗപ്രായരായവരെ ചിന്തിച്ചു കൊള്ളുവീൻ, പോഷന്മാരെ നിങ്ങൾക്ക് എപ്പോൾ ബുദ്ധി വരും? ചെവിയെ നട്ടവൻ കേൾക്കുകയില്ലയോ? കണ്ണിനെ നിർമ്മിച്ചവന് കാണുകയില്ലയോ? ജാതികളെ ശിക്ഷിക്കുന്നവൻ ശാസിക്കുകയില്ലയോ? അവൻ മനുഷ്യർക്ക് ജ്ഞാനം ഉപദേശിച്ചു കൊടുക്കുന്നില്ലയോ? മനുഷ്യരുടെ വിചാരങ്ങളെ മായ എന്ന് യഹോവ അറിയുന്നു. നമ്മള് 81 വായിച്ചത് അവരുടെ സ്വന്തം ആലോചന പ്രകാരം നടക്കേണ്ട ദൈവം അവരെ ഹൃദയകാഠിന്യത്തിന് ഏൽപ്പിച്ചു. നമ്മുടെ ആലോചനകൾ എപ്പോഴും നമ്മളിൽ തന്നെ വരുന്നതാണ്. അതിനകത്ത് ഒരു നന്മയില്ല. അതുകൊണ്ടാണ് 2 കൊരിന്ത്യർ 3-5 അപ്പോസ്തലൻ ഇങ്ങനെ വായിച്ച്, ഞങ്ങളിൽ തന്നെ വരും പോലെ എന്തെങ്കിലും നിരൂപിക്കാൻ ഞങ്ങൾ പ്രാപ്തരെന്നല്ല. നമ്മുടെ ഉള്ളിലൊരു പോരാട്ടമുണ്ട്. നമ്മളിൽ തന്നെ ഉള്ളത് വരുന്നുണ്ട്, ആത്മാവിൽ നിന്നുള്ളത് വരുന്നുണ്ട്. നമ്മൾ ഏതിന് ചെവി കൊടുക്കുന്നു എന്നുള്ളതാണ് പ്രസക്തമായൊരു കാര്യം. പലപ്പോഴും നമ്മള് ദൈവിക ചിന്തകൾക്ക് ആത്മാവിന്റെ ചിന്തയ്ക്കാണ് കൊടുക്കാറില്ല. റോമർ 8-6 നമ്മൾ വായിക്കുന്ന ആത്മാവിന്റെ ചിന്ത ജീവന് സമാധാനമാണ്. അപ്പൊ നമ്മളിൽ അസമാധാനം ഉണ്ടാക്കുന്ന, അസ്വസ്ഥ ഉണ്ടാക്കുന്ന, കയ്പുണ്ടാക്കുന്ന എല്ലാ ചിന്തകളും നമ്മളിൽ തന്നെ വരുന്നത്, ജഡത്തിൽ നിന്ന് വരുന്നതാണ്. അത് നമ്മളെ ആത്മീയ മരണത്തിലേക്കാണ് നയിക്കുന്നത്. അപ്പൊ നമ്മൾ അസ്വസ്ഥരാകുമ്പോൾ, അസമാധാനമുള്ളവരാകുമ്പോൾ, പരാതിയുള്ളവരാകുമ്പോൾ, പുറവുറുപ്പുള്ളവരാകുമ്പോൾ നമ്മൾ ഗ്രഹിക്കേണ്ട ഒരു കാര്യം, അത് നമ്മളിൽ തന്നെയാണ് വരുന്നത്. നമ്മളെ വിളിച്ചിരിക്കുന്നത് നമ്മുടെ ആലോചന പ്രകാരം നടക്കാനല്ല, ദൈവിക ആലോചന പ്രകാരം നടക്കാനാണ്. അപ്പൊ നമ്മൾ ദൈവിക ആലോചനയ്ക്ക് ഇട കൊടുക്കുന്നിടത്ത് ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവുമാണ്. ജഡത്തിന്റെ ചിന്ത മരണം. ഈ മരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അസമാധാനവും അസ്വസ്ഥതയും കയ്പും വെറുപ്പും ഒക്കെ ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് ആത്മീയമായിട്ട് മരണമെന്ന് വിളിക്കുന്നത്. ആത്മാവിന്റെ ചിന്ത ജീവനും സമാധാനവും നമ്മളെ കൂടുതൽ സമാധാനത്തിലേക്കും സന്തോഷത്തിലേക്കും ക്ഷമയിലേക്കും കരുണയിലേക്കും ഒക്കെ നയിക്കുന്ന ഒന്നാണ്. നമ്മുടെ സ്വന്തം ഹൃദയത്തിന്റെ ആലോചന പ്രകാരം നമ്മൾ നടക്കുമ്പോൾ അത് കാണിക്കുന്നത് ദൈവം നമ്മളെ കൈവിട്ടു എന്നുള്ളതാണ്. അവരെ ഹൃദയകാഠിന്യത്തിന് ഏൽപ്പിച്ചു കളഞ്ഞു. തുടർന്ന് നമ്മൾ റോമാലേഖനത്തിൽ അതുകൊണ്ടാണ് 28-ാം വാക്യത്തിൽ വായിക്കുന്നത്, ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിപ്പാൻ ഇഷ്ടമില്ലാഞ്ഞതിന് തക്കവണ്ണം ദൈവം അവരെ ഉചിതമല്ലാത്ത ജീവൻ നികൃഷ്ട ബുദ്ധിയിൽ ഏൽപ്പിച്ചു. എന്ന് പറഞ്ഞാൽ നമ്മുടെ തന്നെ ബുദ്ധിയാണ് നികൃഷ്ട ബുദ്ധി. അതിൽ നിന്നും പൗലോസ് റോമർ 7 പറഞ്ഞു, ഒരു നന്മയും വരത്തില്ല എന്നിൽ നിന്ന്. നമ്മളിൽ നിന്ന് വരുന്നതെല്ലാം നികൃഷ്ടമായിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മളിൽ ഒരു നന്മയില്ല. അപ്പൊ നമ്മുടെ ഈ ക്രിസ്തീയത്തിന്റെ വഴിയിൽ നമ്മൾ ആ ഒരു സത്യം കണ്ടെത്തുന്നത് വരെ നമുക്ക് ആത്മീയ സന്തോഷം അനുഭവിക്കാൻ കഴിയത്തില്ല.
അല്ലെ വന്നും പോയിരിക്കുന്ന ഒരു സന്തോഷമായിരിക്കും നമുക്കുള്ളത്. ചിലപ്പോഴൊക്കെ ഭയങ്കര സന്തോഷമായിരിക്കും, ചിലപ്പോൾ നമുക്ക് തന്നെ അറിയില്ല, ഒരു കാരണമില്ലെങ്കിലും നമ്മളിങ്ങനെ ഭാരത്തിലും അസ്വസ്ഥതയിലും ഒക്കെ ജീവിക്കുന്ന കാണാൻ കഴിയും. ഇതിന് കാരണം എന്താ? നമ്മൾ എവിടെ നിന്ന് സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. ആത്മാവിൽ നിന്നാണോ സ്വീകരിക്കുന്നത്, ജഡത്തിൽ നിന്നാണോ സ്വീകരിക്കുന്നത്? ആത്മാവിൽ നിന്ന് വരുന്നതെല്ലാം വചനത്തിലൂടെ ആയിരിക്കും വരുന്നത്. അതിന്റെ പിമ്പിൽ ഒരു വചനത്തിന്റെ വെളിപ്പാടുണ്ടാകും. ജഡത്തിൽ നിന്ന് വരുന്നതെല്ലാം നമ്മുടെ സ്വയം ബുദ്ധിയിൽ നിന്ന് വരുന്നതാണ്. അതിനൊരു വെളിപ്പാടിന്റെ ഇല്ല, അത് തെറ്റിന്റെ ശരിയുടെ ഒരു പ്രമാണത്തിൽ നിന്നായിരിക്കും വരുന്നത്. നമ്മുടെ കുടുംബീയത്തോടുള്ള ബന്ധത്തിലാണ് നമുക്കത് കാണാനായിട്ട് കഴിയും. റോമർ 8 നമ്മൾ വായിക്കുന്ന ഒരു കാര്യം, ജീവന്റെ ആത്മാവിന്റെ പ്രമാണം, പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് എനിക്ക് ക്രിസ്തുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ഈ മരണത്തിന്റെ പ്രമാണം എന്ന് പറയുന്നത് ജഡത്തിന്റെ പ്രമാണമാണ്, ന്യായപ്രമാണത്തിന്റെ പ്രമാണമാണ്. അപ്പൊ ജീവന്റെ ആത്മാവ് നമ്മളെ എപ്പോഴും ജീവനിലേക്കും സമൃദ്ധിയായ ജീവനിലേക്ക്, നമ്മുടെ സന്തോഷം വർദ്ധിക്കുന്ന ഒന്നാണ്, നമ്മുടെ സമാധാനം വർദ്ധിക്കുന്ന ഒന്നാണ്, നമ്മുടെ കരുണ വർദ്ധിക്കുന്നതാണ്, ക്ഷമ വർദ്ധിക്കുന്നതാണ്, ദോഷം കണക്കിടാത്ത അത് വർദ്ധിച്ചു വരേണ്ട ഒന്നാണ്. പക്ഷെ നമ്മൾ പലപ്പോഴും കാണാൻ കഴിയുന്ന ഒരു കാര്യം, അത് ഉയർന്നും താന്നും പോകുന്ന തലത്തിൽ നമ്മൾ പലപ്പോഴും ജീവിക്കുന്നത്. ഇപ്പം കഴിഞ്ഞ ദിവസം ഞാൻ സൗകര്യ പറഞ്ഞു, എപ്പോഴും ഒരേ മൂടല്ലല്ലോ. പക്ഷെ മൂഡ് നമ്മുടെ ജഡവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാ. ആത്മാവിന് എപ്പോഴും ഒരേ മൂടാ. ആത്മാവിന് മൂഡ് മാറുന്ന പ്രശ്നമേ ഇല്ല. ദൈവത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നവന് വികാരമോ ഗതിഭേദത്താലുള്ള ആച്ഛാദനമോ ഇല്ല. അവിടെ എപ്പോഴും ഒരേ മൂടായിരിക്കും. നമുക്ക് മൂഡ് മാറാൻ കാര്യം നമ്മൾ മനസ്സ് ജഡത്തിൽ വെക്കുന്നതുകൊണ്ടാണ്. എപ്പം മനസ്സ് ജഡത്തിൽ വെച്ചോ നമ്മുടെ മൂഡുകൾ മാറിക്കൊണ്ടേയിരിക്കും. ചിലപ്പോൾ സന്തോഷം തോന്നും, ചിലപ്പോൾ അരിശം തോന്നും, ചിലപ്പോൾ സമാധാനം തോന്നും, ചിലപ്പോൾ അസ്വസ്ഥത തോന്നും, ചിലപ്പോൾ സ്തോത്രം ചെയ്യും, ചിലപ്പോൾ പരാതി പറയും. അതിന്റെ കാരണം നമ്മൾ എവിടെ നമ്മുടെ മനസ്സ് സെറ്റ് ചെയ്യുന്നുള്ളതാണ്. നമ്മൾ ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിക്കുക എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഈ പരിജ്ഞാനം, ദൈവിക പരിജ്ഞാനം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന ഒരു കാര്യത്തെക്കുറിച്ച് 2 പത്രോസ് 2:20 നമ്മൾ വായിക്കുന്നുണ്ട്. നമ്മുടെ കർത്താവിന്റെ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്താൽ ലോകത്തിന്റെ മാലിന്യം വിട്ടോടിയവർ വീണ്ടും അത് കുടുങ്ങി തോറ്റുപോയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ ദൈവിക പരിജ്ഞാനം നമ്മളെ പൂർണ്ണമായിട്ടും നമ്മുടെ ജഡത്തിന്റെ തലത്തിൽ നിന്ന് ആത്മാവിലേക്ക് നയിക്കുന്ന ഒന്നാണ്. നമ്മുടെ മനസ്സ് എപ്പോഴും ആത്മാവിൽ വെക്കാനാണ് ദൈവപരിജ്ഞാനം നമ്മളെ സഹായിക്കുന്നത്. നമ്മുടെ ബുദ്ധി അതിനെതിരാണ്. നമുക്കറിയാം, നമ്മുടെ ബുദ്ധി പലപ്പോഴും കാര്യങ്ങളെ വിശകലനം ചെയ്ത് ബോധ്യപ്പെട്ടാലേ അത് അംഗീകരിക്കുകയുള്ളൂ. ഇല്ലേ നമ്മൾ ചിന്തിക്കുക അതെങ്ങനെ ശരിയാകും, ഇവിടെ ഞാൻ മിണ്ടാതിരുന്ന എങ്ങനെ ശരിയാകും. അപ്പൊ ദൈവം നമ്മളോട് പറയുന്നത് നീ മിണ്ടാതിരിക്കാനായിരിക്കും. അപ്പൊ നമ്മുടെ ബുദ്ധി കൊണ്ട് ആലോചിച്ചാൽ നമ്മൾ വിചാരിക്കും ഇപ്പം മിണ്ടാതിരുന്നാൽ കാര്യങ്ങളൊന്നും ശരിയാവത്തില്ല. നമുക്കറിയാം, ഇസ്രായേലിന്റെ ഒന്നാമത്തെ രാജാവായ ശൗലിന് പറ്റിയതായിരുന്നു. ശൗല് പ്രവാചകനോട് പറയുന്നുണ്ട്, ശത്രുഘ്നി എത്തിപ്പോയി, ഞാൻ ദൈവത്തോട് അപേക്ഷിച്ചില്ലെന്ന് ഓർത്തിട്ട് ഞാൻ തത്രപ്പെട്ടങ്ങ് യാഗം കഴിച്ചതാണ്. നമ്മുടെ ജഡത്തിൽ എപ്പോഴും ഒരു തത്രപ്പാടുണ്ട്. അത് കാഴ്ചയാൽ നടക്കുന്നതുകൊണ്ട് തന്നെ സാഹചര്യങ്ങളെല്ലാം വിരുദ്ധമാണെന്ന് കാണുമ്പോഴേ ജഡത്തിൽ നിന്നൊന്ന് പുറത്തേക്ക് വരും. പക്ഷെ ആത്മാവിന്റെ തലത്തിൽ നിൽക്കുന്ന ഒരാള് അന്നേരം സ്വസ്ഥനായിരിക്കും. അവന് വിശ്വാസത്താലാണ് നിൽക്കുന്നത്, ദൈവത്തിലുള്ള വിശ്വാസത്താൽ, ദൈവകൽപ്പനയുള്ള വിശ്വാസത്താലും അനുസരണത്തിലായി നിൽക്കുന്നത്. അപ്പൊ നമ്മളും പലപ്പോഴും മറുപടി പറയുമ്പോൾ നമ്മൾ ആലോചിച്ചിട്ടാണ് മറുപടി പറയുന്നത്. ഇവിടെ മറുപടി പറയാതിരുന്നത് ശരിയാവത്തില്ല, പറഞ്ഞാലേ പറ്റത്തുള്ളൂ നമ്മൾ ചിന്തിക്കും. പക്ഷെ അന്നേരം പലപ്പോഴും ആത്മാവ് നമ്മളോട് പറയുന്നേ, നീ ഇവിടെ നിശബ്ദനായിരിക്കും, നീ മറുപടി പറയേണ്ടെന്നായിരിക്കും. നമ്മളത് കേട്ടിട്ട് അതിനെ അവഗണിക്കുക ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ഉള്ളിലൊരു പോരാട്ടം ഉണ്ട് അന്നേരം, ആത്മാഭിലാഷവും ജഡാഭിലാഷവും. 2 പത്രോസ് 2:11-12 വാക്യങ്ങൾ നമ്മൾ അതാ വായിക്കുന്നത്. നമ്മുടെ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങൾ. എപ്പോഴും ജഡത്തിന്റെ ചിന്ത ആത്മാവിനെതിരാണ്. ജഡത്തിന്റെ ചിന്ത എപ്പോഴും കാഴ്ചയാലും യുക്തിയാലൊക്കെയാണ് നടക്കുന്നത്. പക്ഷെ ആത്മാവ് എപ്പോഴും വിശ്വാസത്താലാണ് നടക്കുന്നത്. അത് കണ്ടിട്ടല്ല നടക്കുന്നത്. നമ്മുടെ മുട്ടാപ്പച്ചൻ എന്ന് പറയുന്ന ആൾ എഴുതിയൊരു പാട്ട്, ഒന്നും കണ്ടിട്ടല്ല, വിശ്വാസ ജീവിതത്തെ കുറിച്ച് പുള്ളി എഴുതി പങ്കിട്ട് പാട്ട് എഴുതിയിട്ടുണ്ട്. ഒന്നും കണ്ടിട്ടല്ല, നോക്കിയൊന്നും കാണത്തില്ല, എല്ലാം ശൂന്യമാണ്. പക്ഷെ വിശ്വാസത്തിന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടാണ് നമ്മൾ നമ്മളെ തന്നെ മരിക്കാനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുന്നത്. സാഹചര്യങ്ങളില് സ്വന്തം ഇഷ്ടത്തിന് മരിക്കാനായിട്ട്, മിണ്ടാതിരിക്കാൻ, നിശബ്ദനായിരിക്കാൻ, കോപിക്കാതിരിക്കാൻ,
പരാതി പറയാതിരിക്കാൻ, തിരിച്ചടിക്കാതിരിക്കാൻ. കാരണം അവിടെ നമ്മളെ തന്നെ മരണത്തിന് ഏൽപ്പിക്കുന്നത് നമുക്കറിയാം. ദൈവിക ജീവൻ നമ്മളെ ഒരു ജീവനിലേക്ക് നയിക്കും എന്നുള്ളത് അറിയാം. നിരന്തരമായിട്ട് ഈ ഒരു പരിജ്ഞാനത്തിൽ നമ്മൾ വളരുന്നില്ലെങ്കിൽ, ഇവിടെ നമ്മൾ വായിക്കുന്ന റോമർ 1:28 ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിപ്പാൻ ഇഷ്ടമില്ലാത്തതിന് തക്കവണ്ണം ദൈവം വരെ ഉചിതമല്ലാത്ത ജീവൻ നികൃഷ്ട ബുദ്ധിയിൽ ഏൽപ്പിച്ചു. അതിന്റെ അനന്തരഫലമാണ് അവർ സകല അനീതിയും ദുഷ്ടതയും അത്യാഗ്രഹവും ദുർബുദ്ധിയും നിറഞ്ഞവർ. നമുക്ക് നമ്മളേക്ക് തന്നെ നോക്കിയാൽ കാണാനായിട്ട് കഴിയും. ഇതെല്ലാം നമ്മളിൽ തന്നെയുള്ളൊരു കാര്യമാണ്. നമ്മൾ ദൈവനമാകുന്ന കണ്ണാടിന് മുമ്പിൽ നിൽക്കുമ്പോൾ ഇത് നമ്മളിൽ തന്നെ കാണുന്ന ഒരു കാര്യം. ഇതെല്ലാം നമ്മളിലുണ്ട്, അല്ലെ നമ്മുടെ ജഡത്തിലുണ്ട്. അസൂയ, കൊല, പിണക്കം, കപടം, ദുശീലം എന്നിവ തിങ്ങിയവർ, ഉരുളക്കാർ, ഏഷണിക്കാർ, ദൈവദോഷികൾ, നിഷ്ഠൂരന്മാർ, ഗർവിഷ്ഠന്മാർ, ആത്മപ്രശംസക്കാർ, പുതുദോഷം സങ്കല്പിക്കുന്നവർ, മാതാപിതാക്കന്മാരെ അനുസരിക്കാത്തവർ, ബുദ്ധിഹീനർ, നിയമലംഘികൾ, വാത്സല്യമില്ലാത്തവർ, കനിവറ്റവർ. നമ്മളിലുള്ള കാര്യങ്ങളെ കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നു. പക്ഷെ 1 കൊരിന്ത്യർ വരുമ്പം അപ്പോസ്തലൻ പറഞ്ഞൊരു കാര്യമാണ്, മുമ്പേ നിങ്ങളും ചിലർ ഈ വകക്കാരായിരുന്നു. നമുക്ക് ആ വാക്യം നോക്കാം. 1 കൊരിന്ത്യർ 6-ാം അധ്യായം അതിന്റെ 9 വാക്യങ്ങളാണ്. അന്യായം ചെയ്യുന്നവർ ദൈവരാജ്യം അവകാശമാക്കിയില്ലെന്ന് അറിയുന്നില്ലയോ? നിങ്ങളെ തന്നെ വഞ്ചിക്കാതിരിപ്പീൻ. ദുർനടപ്പുകാർ, വിഗ്രഹാരാധികൾ, വ്യഭിചാരികൾ, സ്വയഭോഗികൾ, പുരുഷകാമികൾ, കള്ളന്മാർ, അത്യാഗ്രഹികൾ, മദ്യപന്മാർ, വാവിഷ്ഠാണക്കാർ, പിടിച്ചുപറിക്കാർ എന്നിവർ ദൈവരാജ്യം അവകാശമാക്കിയില്ല. നിങ്ങളും ചിലർ ഈ വകക്കാരായിരുന്നെങ്കിലും നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലും നമ്മുടെ ദൈവത്തിന്റെ ആത്മാവിനാലും നിങ്ങളെ തന്നെ കഴുകി ശുദ്ധീകരണവും നീതീകരണവും പ്രാപിച്ചിരിക്കുന്നു. നമ്മളെല്ലാം ഇങ്ങനെയുള്ളവരായിരുന്നു, അതാ സത്യം. പക്ഷേ കർത്താവ് നമ്മോട് കരുണ കാണിച്ച് നമ്മൾ മാനസാന്തരപ്പെടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ഉള്ളിൽ ഒരു പുതിയ സൃഷ്ടി നടക്കുന്നുണ്ട്, ഒരു പുതിയ മനുഷ്യൻ. 2 കൊരിന്ത്യർ 5:17 ഒരു ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. പിന്നീട് നമ്മൾ സ്വീകരിക്കുന്നതെല്ലാം ഈ പുതിയ സൃഷ്ടി എന്നുള്ളത് സ്വീകരിക്കുന്നുള്ളൂ. നമ്മളെപ്പോഴും പഴയതിനോട് എതിർത്ത് നിൽക്കുക ചെയ്യുന്നത്. നമുക്കറിയാം, ദൈവഭക്തി എന്നുള്ളത് നമ്മൾ അഭ്യസനം ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഈ ജഡത്തിൽ വസിച്ച് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞാൽ, അയ്യോ ഞാൻ ജഡമയൻ, പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ടവൻ എന്ന് പറഞ്ഞതുപോലെ നമ്മൾ അങ്ങനെ അഭ്യസിച്ചു വന്നവരാണ്. നമ്മുടെ അവയവങ്ങളെല്ലാം ആ നിലയിൽ അഭ്യസിച്ചതാണ്. എപ്പോഴും കുറ്റപ്പെടുത്താനും കുറ്റം കണ്ടെത്താനും പരാതി പറയാനും പിണങ്ങാനും ദോഷം ചിന്തിക്കാനൊക്കെ അഭ്യസിച്ചതായിരുന്നു. അപ്പൊ നമ്മൾ നേരെയുള്ള യാത്രയിൽ, തിരിച്ചുള്ള യാത്രയിൽ, ദൈവത്തിലേക്കുള്ള യാത്രയിൽ ആ കെട്ടുകൾ അഴിക്കുകയാണ് ചെയ്യുന്നത്. കർത്താവ് വന്ന് പിശാചിന്റെ ബന്ധനങ്ങളെ അഴിക്കാനെന്ന് പറയുമ്പോൾ പിശാച് നമ്മളെ ബന്ധിച്ചിരിക്കുന്ന ഈ ജഡത്തിലുള്ള ആസക്തികൾ കൊണ്ടാണ് നമ്മളെ ബന്ധിച്ചിട്ടിരിക്കുന്നത്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കോപം, സത്യസന്ധരാണ് നമുക്ക് പറയാൻ കഴിയും, കോപിക്കാൻ എനിക്ക് ആഗ്രഹമില്ല എന്ന് മാത്രമല്ല, സ്നേഹിക്കണമെന്ന് എനിക്ക് ആഗ്രഹം. പക്ഷെ പ്രായോഗിക തലത്തിലേക്ക് വരുമ്പോഴും നമുക്കറിയാം നമ്മൾ കോപിച്ചു പോകുന്നു. അതിന്റെ കാരണം എന്താ? നമ്മൾ അങ്ങനെ ശീലിച്ചവരാണ്. പല കാര്യങ്ങളിലും നമ്മൾ അങ്ങനെ എക്സ്പേർട്ട് ആയിട്ടുള്ളവരാണ്, അതിൽ അഭ്യാസം തികഞ്ഞവരാണ്. പക്ഷെ അവിടുന്ന് തിരിച്ചുള്ള യാത്രയില് ദൈവകൃപയും പരിശുദ്ധാത്മാവിന്റെ നിറവുമാണ് നമ്മളെ പുതുക്കുന്നത്. ആ പുതുക്കാനായിട്ട് ദൈവം ആദ്യം ചെയ്യുന്നൊരു കാര്യം നമ്മുടെ മനസ്സിനെയാണ് പുതുക്കുന്നത്. മനസ്സിലാണ് ഈ കെട്ടെല്ലാം കിടക്കുന്നത്. നമ്മുടെ മനോഭാവം അങ്ങനെ, ഇങ്ങനെ ഒരാൾ പെരുമാറിയാൽ ഉടനെ ഇങ്ങനെ ചെയ്യേണ്ടി, നമ്മൾ അങ്ങനെ ശീലിച്ചു വന്ന്. പക്ഷെ ഈ പുതിയ സൃഷ്ടിയിലേക്ക് നമ്മൾ വരുന്നിടത്ത് ദൈവം നമ്മുടെ മനസ്സിനെ പുതുക്കുന്നുണ്ട്. അവിടെ നമ്മുടെ ചിന്താഗതി നേരെ തിരിച്ചാവും. നമുക്കറിയാം, നമ്മളെ ശപിക്കുന്നവരെ ശപിക്കുക എന്നുള്ളതാണ് നമ്മുടെ ശൈലി. നമ്മൾ അങ്ങനെ ശീലിച്ചു വന്ന്. പക്ഷെ ദൈവാത്മാവ് നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി ശപിക്കുന്നവരെ അനുഗ്രഹിക്കുക എന്നുള്ളൊരു ചിന്തയിലേക്ക് നമ്മുടെ മനസ്സിനെ പുതുക്കും. ആ പുതുക്കം പ്രാപിച്ചു കഴിഞ്ഞാൽ നമ്മൾ വളരെ പെട്ടെന്ന് നമ്മളെ ശപിക്കുന്നവരെ അനുഗ്രഹിക്കും. പക്ഷെ പുതുക്കമില്ലെങ്കിലോ, ഉള്ളിൽ നമുക്കറിയാം അങ്ങനെ ചെയ്യേണ്ടേ, പക്ഷെ പുതുക്കം നമുക്ക് പ്രാപിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ അറിയാതെ ശാപം തന്നെ നമ്മുടെ വായിൽ നിന്ന് വരും. അപ്പൊ ദൈവാത്മാവ് നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി പുതുക്കത്തിലേക്ക് നയിക്കുക എന്നുള്ളതാണ്. അപ്പം തുടർന്ന് 32-ാമത്തെ വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ഈ വക പ്രവർത്തിക്കുന്നവർ മരണയോഗ്യർ എന്നുള്ള ദൈവനായവർ അറിഞ്ഞിട്ടും അവയെ പ്രവർത്തിക്കുക മാത്രമല്ല പ്രവർത്തിക്കുന്നവരിൽ പ്രസാദിക്കുകയും
കൂടെ ചെയ്യുന്നു. ഇതിൽ ഈ 1-ാം അധ്യായം ജാതികളായ പാപികളെ കുറിച്ചാണ് പറയുന്നത്. സാധാരണ ദൈവത്തെ അറിയാത്ത ഒരു പാപിയായ മനുഷ്യന്റെ അവസ്ഥയെക്കുറിച്ചാണ് 1-ാമത്തെ അധ്യായത്തിൽ വായിക്കുന്നത്. പക്ഷെ കൊരിന്ത്യർ ലേഖനത്തിലേക്ക് വരുമ്പോൾ പൗലോസപ്പോസ്തലൻ അവരോട് ഇങ്ങനെ പറയുന്നുണ്ട്, 3-ാം അധ്യായം, നിങ്ങളുടെ ഇടയിൽ ഈർഷ്യയും പിണക്കവും ഇരിക്കെ നിങ്ങൾ ശേഷം മനുഷ്യരെ പോലെ, നമുക്ക് ആ ഭാഗം കൂടെ നോക്കാം. 1 കൊരിന്ത്യർ 3-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യത്തിൽ ഇവിടെ ഇങ്ങനെ പറഞ്ഞ, ഭക്ഷണമല്ല പാലത്ര ഞാൻ നിങ്ങൾക്ക് തന്നത് ഭക്ഷിപ്പാൻ നിങ്ങൾക്ക് കഴിവില്ലായിരുന്നു, ഇപ്പോഴും കഴിവായിട്ടില്ല. ഇന്ന് നിങ്ങൾ ജഡികന്മാരല്ലോ. നിങ്ങളുടെ ഇടയിൽ ഈർഷ്യയും പിണക്കും ഇരിക്കുക നിങ്ങൾ ജഡികന്മാരും ശേഷം മനുഷ്യരെ പോലെ നടക്കുന്നവരല്ലേ. അപ്പൊ ഈ വാക്യം എന്നെ ഒത്തിരി കൺഫ്യൂഷൻ ആക്കിയിട്ടുള്ളതാണ്. അപ്പൊ ഞാനൊരു ദൈവതല്ലേ, പിന്നെ ഞാൻ എങ്ങനെ ശേഷം മനുഷ്യരെ പോലെ ആകുന്നത്? അവിടെയാണ് കർത്താവ് പറഞ്ഞൊരു കാര്യം പ്രസക്തമാകുന്നത്. ഒരു വൃക്ഷത്തെ അറിയുന്നത് എങ്ങനെ? അതിന്റെ ഫലം കൊണ്ടാണ്. അപ്പൊ എന്റെ ഫലം ഇതാണെങ്കിലും ഞാൻ ജഡീകനായില്ല. ജഡീകൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ജഡത്തെ അനുസരിച്ച് നടക്കുന്ന ഒരു സാധാരണ മനുഷ്യൻ, ലോകമനുഷ്യൻ. അവനെ നയിക്കുന്ന ജഡമാണ്. അവന്റെ ജഡത്തിനും മനസ്സിനും വികാരങ്ങൾക്കും. എഫെസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ അതിനെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ വായിക്കുന്ന എഫെസ്യർ 2-ലെ ഇതിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായി നിങ്ങളെ അവൻ ഉയർപ്പിച്ചു. അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരിക്കേണ്ട മക്കളോട് വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയാവിനെ അനുസരിച്ച് നടന്നു. അവരുടെ നാം എല്ലാവരും മുമ്പേ നമ്മുടെ ജഡമോഹങ്ങൾ നടന്നു. ജഡത്തിനും മനോവികാരത്തിനും ഇഷ്ടമായി ചെയ്യുന്ന മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിന്റെ മക്കളായിരുന്നു. അപ്പൊ നമ്മളെല്ലാം വിളിക്കുന്ന ഈ ഒരു അവസ്ഥയിൽ നിന്നാണ്. പക്ഷെ എന്നിട്ട് നമ്മളോട് പറയുന്നു, നിങ്ങൾ ജഡത്തെ അനുസരിച്ച് നടക്കരുത്, ജഡത്തെ അനുസരിച്ച് നടന്നാൽ മരിക്കും നിശ്ചയം. ഈ ഒരു സത്യം ഇന്നത്തെ ക്രിസ്തീയ ലോകത്ത് കേൾക്കാത്തൊരു കാര്യമാണ്, കേട്ടാലും വിശ്വസിക്കാത്തൊരു കാര്യമാണ്. ഒരുമാതിരിപ്പെട്ട സഭകളിലൊന്നും ഈ ഒരു കാര്യം പ്രഘോഷിക്കപ്പെടുന്നില്ല. അവരൊക്കെ പറയുന്ന ഒരു കാര്യം, ജഡത്തിലല്ലേ, ബലഹീനനല്ലേ, ഇങ്ങനെയൊക്കെ നമുക്ക് ജീവിക്കാൻ പറ്റൂ എന്നാ പറയുന്നത്. പക്ഷെ അങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റൂ എന്ന് പറയുന്ന ഒരു ഭർത്താവിനോട് ഭാര്യ കോപിച്ച ഉടനെ ഭാര്യയോട് പറയും, നീ ചെയ്ത് തെറ്റാന്ന് പറയും. അങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റൂ എന്ന് പറയുന്ന ഒരു ഭർത്താവ്, ആ ഭർത്താവിനോട് ഭാര്യ ആ നിലയിൽ ഇടപെട്ട ഉടനെ എന്താ പറയുന്നത്? നീ അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മുടെ എല്ലാ അനുഭവമാണ്. ഇപ്പം നമ്മുടെ വൈഫ് നമ്മളോട് ഇച്ചിരി വഴി വിട്ടു അധികമായിട്ട് കോപിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തിനാ അസ്വസ്ഥരാകുന്നത്? നമ്മളും പറയുന്നത് തന്നെയല്ലേ, ഇങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റുള്ളൂ, നമ്മുടെ ജഡത്തിലല്ലേ, ബലഹീനല്ലേ. പക്ഷെ ആ ബലഹീനതയുടെ ഫ്രീഡം നമുക്ക് മാത്രമേ നമ്മൾ കൊടുക്കത്തുള്ളൂ, മറ്റുള്ളവർക്ക് കൊടുക്കത്തില്ല. അവർ നമ്മളോട് അങ്ങനെ കോപിച്ചാൽ നമ്മൾ അത് അംഗീകരിക്കത്തില്ല, പറ്റത്തില്ല, ശരിയല്ലെന്ന് പറയും. പക്ഷെ നമ്മളോടുള്ള ബന്ധത്തിൽ നമ്മൾ പറയും, ജഡമല്ലേ, ബലഹീനമല്ലേ, അങ്ങനെയൊക്കെ സംഭവിച്ചു പോകുന്നു പറയും. പക്ഷെ യഥാർത്ഥത്തിൽ ദൈവം നമ്മളിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം, ഇവിടെ വളരെ പ്രധാനമായ ഒരു കാര്യം, എന്നെ ഒത്തിരി ഒരു കാലത്ത് എന്നെ വെല്ലുവിളിച്ചൊരു കാര്യമായിരുന്നു 3-ാമത്തെ വാക്യം. അവരുടെ ഇടയിൽ നാം എല്ലാവരും മുമ്പേ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്നു. എന്റെ അർത്ഥം എന്താ? മുമ്പേ നമ്മുടെ ജഡമോഹങ്ങൾ നടന്നു പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഇപ്പൊ നമ്മൾ അങ്ങനെയല്ല നടക്കുന്നതെന്നാ. ഇതെന്നെ വല്ലാണ്ട് കൺഫ്യൂഷൻ ഉണ്ടാക്കിയൊരു കാര്യമായിരുന്നു. ഇത് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്, രക്ഷപ്പെടാൻ പറ്റുന്നുമില്ല. ദൈവനം പറയുന്നത് മുമ്പേ നമ്മളിങ്ങനെ നടന്നത്. അതിന്റെ അർത്ഥം ഇപ്പൊ അങ്ങനല്ല. നമ്മളെ കുറെ മുമ്പേ ദുഷ്പ്രവർത്തികളാൽ മനസ്സുകൊണ്ടാകുന്നവരും ശത്രുക്കളുമാരും നിങ്ങളെയും അവൻ തന്നോട് നിരപ്പിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ മുമ്പേ എന്നുള്ള പദപ്രയോഗം കാണാൻ കഴിയും. അപ്പൊ ഇപ്പൊ നമ്മൾ അങ്ങനെ നടക്കാൻ പാടില്ല എന്നുള്ളതാണ് ദൈവത്തിന്റെ ഹിതം. അപ്പൊ നമ്മൾ കണ്ടെത്തേണ്ട ഒരു കാര്യം, ഞാൻ ജഡത്തെ അനുസരിച്ച് നടക്കാൻ പാടില്ല. ആരാ ജഡത്തെ അനുസരിച്ച് നടക്കുന്നത്? നമ്മളിവിടെ വായിച്ചത് 24, 26, 28 വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നത് ദൈവം കൈവിട്ടവരാ. അതിന്റെ അനന്തരഫലമായിട്ട് അങ്ങനെയുള്ളവരാണ് ഈ സ്വഭാവവിശേഷങ്ങളുള്ളവർ. അപ്പൊ നമ്മൾ വീണ്ടും ജനിക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം, നമ്മൾ ആത്മാവിൽ വീണ്ടും ജനിക്കുന്നു. അതോടുകൂടി ഈ ജഡം നമ്മുടെ ശത്രുവായി തീരും. ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമാണ്. ഗലാത്യർ 6-ാം അധ്യായം നമ്മൾ വായിക്കുന്നുണ്ട്.
അപ്പൊ നമ്മുടെ ഉള്ളിൽ ഈ ഒരു പോരാട്ടം ആരംഭിക്കുന്നുണ്ട്. അതിനു മുമ്പ് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു പോരാട്ടമില്ല. നമുക്ക് ഒരാ അഭിലാഷമേ ഉള്ളൂ, ജഡാഭിലാഷം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നതിന് മുമ്പേ നാം എല്ലാവരും നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്നു, ജഡത്തിനും മനോവികാരം ഇഷ്ടമായതുകൊണ്ട് പ്രകൃതിയാൽ കോപത്തിന്റെ മക്കളായി. അവിടുന്ന് ആ ദൈവം നമ്മളെ വീണ്ടെടുത്ത്, അവിടുന്ന് നമ്മൾ രക്ഷിക്കപ്പെടുമ്പം, വീണ്ടും ജനിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം നമ്മുടെ ജഡത്തെ തള്ളി പറയുക. അതുവരെ ജഡമായിരുന്നു നമ്മുടെ കർത്താവ്. യേശുവിന്റെ കർത്താവെന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താ? ഇതിനു മുമ്പ് എനിക്കൊരു കർത്താവ് ഉണ്ടായിരുന്നു, അതെന്റെ ജഡമായിരുന്നു, സാത്താനായിരുന്നു. ഇന്നു മുതല് യേശുവും ആത്മാവുമാണ് എന്റെ കർത്താവ്. ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കുകയില്ല. ഈ സത്യം ഒരു വെളിപ്പാടായിട്ട് നമുക്ക് കിട്ടുന്നിടത്താണ് നമ്മൾ സ്വാതന്ത്ര്യത്തിലേക്ക് വരുന്നത്. മറ്റേ നമ്മുടെ ബുദ്ധിയിൽ ഇത് ഗ്രഹിച്ചു കഴിഞ്ഞാലും നമുക്കിത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും, മറ്റുള്ളവരെ വിധിക്കാനും ഉപയോഗിക്കാം. പക്ഷെ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടത്തില്ല. ഇതിനെക്കുറിച്ച് ആത്മാവിലൊരു വെളിപ്പാട് കിട്ടി കഴിയുന്നിടത്ത് അത് നമ്മുടെ ആന്തരിക കണ്ണ് തുറക്കുന്ന പോലെ നമ്മളൊരു സ്വാതന്ത്ര്യം പ്രാപിക്കുന്നുണ്ട്. അങ്ങനെ സ്വാതന്ത്ര്യം പ്രാപിച്ച ഒരാൾക്ക് മാത്രമേ തന്നെത്താൻ താഴ്ത്താനും ഏറ്റുപറയാനും കഴിയത്തുള്ളൂ. ആ ഏറ്റുപറച്ചിൽ ആത്മാർത്ഥമായിട്ടായിരിക്കും. എന്ന് പറഞ്ഞാൽ പ്രത്യേകമായ ദുഃഖത്തോടു കൂടി ആയിരിക്കും ക്ഷമ ചോദിക്കുന്നത്. മറ്റേ ബുദ്ധിയുടെ തലത്തിൽ നിൽക്കുമ്പോഴും നമുക്കൊരു ക്ഷമ ചോദിക്കാം, പക്ഷെ ഹൃദയപൂർവ്വം ആയിരിക്കത്തില്ല. മറ്റുള്ളവർ അംഗീകാരം കിട്ടാനും പിടിച്ചു നിൽക്കാനൊക്കെ ആയിട്ടായിരിക്കും നമ്മൾ ക്ഷമ ചോദിക്കുന്നത്. മറ്റേ അതല്ല, മറ്റേത് ശരിക്കും ആത്മാർത്ഥമായിട്ട് കരഞ്ഞ് നിലവിളിച്ചുകൊണ്ടായിരിക്കും. നമ്മുടെ ഉള്ളിലൊരു നിലവിളി ഉണ്ടാവും, എനിക്ക് തെറ്റുപറ്റിപ്പോയി. അത് വേറൊരാളിപ്പം നമ്മളോട് വന്നിട്ട് പറയാം, അയ്യോ ക്ഷമ ചോദിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലായിരുന്നു, അത്ര വലിയ തെറ്റൊന്നും അല്ലെന്ന് പറഞ്ഞാൽ നമ്മൾ പറയാം, അങ്ങനല്ല സഹോദര, അത് വലിയ തെറ്റായിരുന്നു, ഞാൻ ക്ഷമ ചോദിക്കേണ്ടതായിരുന്നു നമ്മൾ പറയും. ആത്മാവിൽ നിന്ന് ലഭിക്കുന്ന ബോധ്യത്തിൽ നമ്മൾ ക്ഷമ പറയുന്നിടത്ത്. പിന്നെ 10 പേര് ചുറ്റും നിന്ന് അങ്ങനെ ക്ഷമ ചോദിക്കരുതെന്ന് പറഞ്ഞാലും ഈ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന വഴി നമ്മൾ നടക്കുന്നിടത്ത് നമ്മൾ പറയും, ഞാൻ ക്ഷമ ചോദിക്കും, എനിക്ക് തെറ്റിപ്പോയി, ഞാൻ പാപം ചെയ്തിരിക്കുന്ന ഏറ്റു പറയും. പക്ഷെ ഈ നമ്മുടെ ഈ ഒരു ജഡീയ ക്രിസ്ത്യാനി ആയിരിക്കുന്നിടത്ത് അങ്ങനെ ഒന്നും ചെയ്യേണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ ചെയ്യത്തില്ല. വളരെ തൃപ്തനായിരിക്കും, ഞാൻ അത് ക്ഷമ ചോദിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. നമ്മുടെ ഉള്ളിൽ നമുക്കത് കാണാനായിട്ട് കഴിയും. പലപ്പോഴും നമ്മുടെ ക്രിസ്ത്യത്തിന്റെ പോരാട്ടത്തിൽ, കുടുംബജീവിതത്തിലൊക്കെ ആത്മാവ് നമ്മളെ ഉത്തേജിപ്പിക്കും ക്ഷമ ചോദിക്കാൻ. നമ്മുടെ ജഡം നമ്മളോട് എന്ത് പറയും? വേണ്ട, അതിന്റെ ആവശ്യമില്ല. നമ്മളിതിൽ ഏത് ശബ്ദത്തിന് ചെവി കൊടുക്കുന്നുള്ളതാണ് പ്രസക്തമായ ഒരു കാര്യമാണ്. നമ്മൾ ആത്മാവിന്റെ ശബ്ദത്തിന് ചെവി കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ആത്മാവിന്റെ ചെവിയുടെ കേൾക്കാനുള്ള കഴിവ് വർദ്ധിച്ചുകൊണ്ടിരിക്കും. നമ്മൾ ആ ശബ്ദം കേട്ടത് അനുസരിക്കുകയാണെങ്കിൽ സംഭവിക്കുന്ന ഒരു കാര്യം, നമ്മുടെ കേൾവി വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ദൈവശബ്ദം കൂടുതൽ 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 വ്യക്തമായിട്ട് കേൾക്കാൻ കഴിയും. അപ്പൊ കർത്താവ് നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ അനുസരിക്കുന്നിടത്താണ് നമ്മുടെ ആന്തരിക കേൾവിയും ആന്തരിക കാഴ്ചയും വർദ്ധിക്കാനായിട്ട് തുടങ്ങുന്നത്. നമ്മൾ പെട്ടെന്ന് അനുസരിക്കുന്നവരാണെങ്കിൽ നമ്മുടെ ഉള്ളിലെ സെൻസ് വളരെ പെട്ടെന്ന് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ആത്മീയ സെൻസ് വർദ്ധിക്കും. പെട്ടെന്ന് നമ്മൾ ആത്മീയമായിട്ട് വളരാൻ തുടങ്ങും. ചോദ്യം ചെയ്യാതെ ദൈവം നമ്മളോട് അനുസരിക്കാൻ പറയുന്ന കാര്യങ്ങൾ നമ്മൾ അനുസരിക്കുന്നിടത്ത് ആന്തരികമായിട്ട് നമ്മൾ വളരെ ശക്തിപ്പെടും. കർത്താവിനെ കുറിച്ച്, യോഹന്നാസ്നാവിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്, ആത്മാവിൽ ബലപ്പെട്ടു എന്നൊരു പദപ്രയോഗം. നമ്മുടെ ആത്മാവിൽ ബലം വർദ്ധിക്കും തോറുമാണ് നമുക്ക് പാപത്തെ കൂടുതൽ എതിർത്ത് നിൽക്കാനും പാപത്തെ വെല്ലുവിളിക്കാനും കഴിയുന്നു, സാത്താനെ വെല്ലുവിളിക്കാനായിട്ട് കഴിയുന്നു. നമ്മുടെ മനസാക്ഷിയിൽ ആശയമുള്ള കാര്യങ്ങളോടുള്ള ബന്ധത്തിൽ നമുക്ക് ധൈര്യം ഉണ്ടാവത്തില്ല, നമ്മുടെ ധൈര്യം ക്ഷയിച്ചു പോകും. യോഹന്നാൻ അപ്പോസ്തലൻ ഇങ്ങനെ എഴുതി, കുഞ്ഞുങ്ങളെ, അവൻ പ്രത്യക്ഷനാകുമ്പോൾ അവന്റെ മുമ്പിൽ നിൽക്കാൻ ധൈര്യം ഉണ്ടാകേണ്ടതിന് അവനിൽ വസിപ്പീൻ. അവൻ വസിക്കുക എന്ന് പറഞ്ഞാൽ അവന്റെ കൽപ്പനകൾ പ്രമാണിക്കുന്നവനാണ് അവനിൽ വസിക്കുന്നത്. അവന്റെ കൽപ്പനകൾ അതുപോലെ അനുസരിക്കുന്നവരാണ്. അപ്പൊ നമ്മൾ ആ കൽപ്പനകൾ അനുസരിക്കും തോറും നമ്മുടെ മനസാക്ഷിയിൽ നമുക്ക് സജീവത്വം വർദ്ധിക്കും, നമ്മുടെ ധൈര്യം വർദ്ധിക്കും, ദൈവത്തോടുള്ള പ്രാഗൽഭ്യം വർദ്ധിക്കും. കർത്താവിന്റെ സാന്നിധ്യം നമുക്ക് ഇഷ്ടപ്പെടുന്നതായിത്തീരും. നമ്മൾ എപ്പോഴും കർത്താവിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിക്കും. നമ്മുടെ ചിന്തകൾ കർത്താവിനെ ചുറ്റിപ്പറ്റിയായിരിക്കും. അപ്പൊ അതില്ലാത്തടത്താണ് നമ്മുടെ ചിന്തകൾ ലോകത്തിലേക്കും ജഡാഭിലാഷങ്ങളിലേക്കും പോകുന്നതും ഈ ദൈവസന്നിധിയിലായിരിക്കുക എന്നുള്ളത് നമുക്ക് ബോറിംഗ് ആയിത്തീരുന്ന അന്നേരമാണ്. നമ്മൾ ദൈവത്തെ കൂടുതൽ അറിയും തോറും, ദൈവീ സാന്നിധ്യം അനുഭവിക്കും തോറും, സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയും, ഈ ദുഷ്ടന്മാരുടെ കൂടാരങ്ങളിൽ പാർക്കുന്നതിനേക്കാൾ നിന്റെ ആലയത്തിൽ വാതിൽ കാവൽക്കാരനായിരിക്കുന്ന എനിക്ക് ഏറെ ഇഷ്ടം.
സങ്കീർത്തകൻ ഇങ്ങനെ പറഞ്ഞു, എന്റെ ഹൃദയം നിന്റെ പ്രാകാരങ്ങളെ വാഞ്ചിച്ച് മോഹിച്ചു പോകുന്നു, എന്റെ ആത്മാവ് നിനക്കായി ദാഹിക്കുന്നു. യഥാർത്ഥത്തിൽ ഈ ആത്മാവിൽ നമ്മൾ ശക്തിപ്പെടും തോറും ദൈവത്തിന്റെ സാന്നിധ്യം നമ്മൾ എപ്പോഴും ദാഹിക്കുന്നവരായിരിക്കും. ദൈവത്തിനാളൊരു ദാഹം നമ്മൾ വർദ്ധിച്ചു വരും. നമ്മുടെ മനസാക്ഷിയിൽ ഏതൊക്കെ കാര്യത്തിൽ ആക്ഷേപം ഉണ്ടെങ്കിൽ നമ്മൾ ഒന്നാമത് അത് പരിഹരിക്കാൻ ബാധ്യസ്ഥരാണ്. അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ തുടർന്ന് ദൈവശബ്ദം നമുക്ക് വ്യക്തമായിട്ട് കേൾക്കാൻ കഴിയത്തില്ല. നമ്മൾ ഏതളവിൽ മനസാക്ഷിയിൽ ശുദ്ധീകരണം പ്രാപിക്കുന്നു, കുറ്റമറ്റ മനസാക്ഷി സൂക്ഷിക്കുന്നു, ആ അളവിലാണ് ദൈവമുമ്പാകെയുള്ള നമ്മുടെ പ്രാഗൽഭ്യം വർദ്ധിക്കുന്നത്, നമ്മുടെ ധൈര്യം വർദ്ധിക്കുന്നത്. ദൈവത്തോടും സാത്താനോടുമുള്ള ബന്ധത്തിൽ നമ്മുടെ ധൈര്യം വർദ്ധിക്കുന്ന അങ്ങനെ. അപ്പൊ സാത്താനോടുള്ള ബന്ധത്തിൽ നമുക്ക് ഭയം ഉണ്ടെങ്കിൽ അത് കാണിക്കുന്നത് നമ്മൾ എവിടേക്കോ എന്തൊക്കെയോ കാര്യങ്ങൾ ക്രമപ്പെടുത്താനുണ്ടെന്നുള്ളതാണ്. ക്ഷമയോദിക്കാനോ കൊടുത്തു തീർക്കാനോ ക്ഷമിക്കാനോ ആ നിലയിൽ എന്തെങ്കിലുമൊക്കെ നമ്മുടെ ഉള്ളിൽ കുടിശ്ശേരി കിടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ദൈവത്തോടുള്ള ബന്ധത്തിലും ക്രിസ്തുവിൽ ഒരു മടുപ്പുളവാക്കുന്നതായിരിക്കും. സാത്താനോടുള്ള ബന്ധത്തിൽ നമുക്ക് ധൈര്യം ഉണ്ടാവത്തില്ല. നമ്മുടെ ഉള്ളിനുള്ളിൽ എപ്പോഴും സാത്താനെ കുറിച്ചുള്ളൊരു ഭയം ഉണ്ടാവും. കാരണം സാത്താന് അവകാശം പറയാൻ കഴിയുന്ന എന്തെങ്കിലുമൊക്കെ, ക്ഷമിക്കാത്തൊരു ഭാവമോ അല്ലെ കൊടുത്തു തീർക്കാനുള്ള കാര്യങ്ങൾ കൊടുക്കാതിരിക്കുക, ആ നിലയിൽ എന്തെങ്കിലുമൊക്കെ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ സാത്താൻ എപ്പോഴും നമ്മുടെ മേൽ അവകാശം പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മൾ ആ കാര്യങ്ങളിൽ നിന്നൊക്കെ ഒരു ശുദ്ധീകരണത്തിന്റെ വഴി മുന്നോട്ട് പോകും തോറുമാണ് ഈ ക്രിസ്തുജീവിതം യഥാർത്ഥത്തിൽ നമുക്ക് സന്തോഷകരമായി തീരുന്നത്. ഈ രാത്രി അതുകൊണ്ട് നമ്മൾ ഒന്നിച്ചായിരിക്കുമ്പം ഈ സത്യങ്ങളിലേക്ക് ദൈവം നമ്മുടെ ഹൃദയത്തിന്റെ കണ്ണ് തുറക്കാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു കാര്യം വളരെ വ്യക്തമാണ്. കർത്താവ് ഒരിക്കലും ഇങ്ങനെ പറഞ്ഞു, യോഹന്നാന്റെ കാലം മുതൽ സ്വർഗരാജ്യത്തെ ബലാത്കാരം ചെയ്യുന്നു, ബലാത്കാരികൾ അതിനെ പിടിച്ചടക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവമുമ്പാകെ ഒരു നിലവിളിയാണ്. യാക്കോബ് പ്രാർത്ഥിച്ച പോലെ, നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടത്തില്ല. ആന്തരികമായ നിലവിളിപാട് നമുക്ക് കർത്താവിന്റെ പാദപീഠത്തിൽ മുറുകെ പിടിക്കാം. കർത്താവ്, എനിക്ക് ഒരു ക്രിസ്തുജീവിതം അടുത്ത്, എനിക്ക് ഇങ്ങനെ ജീവിച്ചാൽ പോരാ, എനിക്ക് നിന്റെ സ്വരൂപത്തിൽ രൂപപ്പെടണം, നിന്റെ സ്വഭാവം എനിക്ക് വേണം, ഈ പാപത്തിൽ നിന്ന് എനിക്കൊരു വിടുതൽ വേണം, ഈ കോപത്തിൽ നിന്ന്, ഈർഷ്യയിൽ നിന്നും, പകയിൽ നിന്നും, ദുർമോഹത്തിൽ നിന്നെല്ലാം വിടുവിക്കപ്പെട്ടിട്ട് നീ വാഗ്ദത്തം ചെയ്ത ആ തീരാത്ത സന്തോഷം, യോഹന്നാൻ 7 പറയുന്ന പോലെ ജീവനത്തിന്റെ നദികൾ ഒഴുകുമെന്ന് പറഞ്ഞ അനുഭവം എനിക്ക് വേണം എന്നുള്ളൊരു നിലവിളിയുമായിട്ട് സഹോദരന്മാരെ നമുക്ക് കർത്താവിനെ മുറുകെ പിടിക്കാം. ആ ഒരു നിലവിളി എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കാം. അതിനായിട്ട് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗസ്ഥനായ പിതാവേ, രാത്രിക്കായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. അവിടുത്തെ മഹാസ്നേഹത്തെ ഓർത്തേക്ക് നന്ദി പറയും. വിട്ടുകളയാതെ, മടുത്തു പോകാതെ, ഒരു നിലവിളിയുമായിട്ട് അവിടുത്തെ പിന്നാലെ എപ്പോഴും കടന്നു വരുവാൻ തക്കവണ്ണം താഴ്മയുള്ള ഒരു ഹൃദയം നൽകിയിട്ട് നിങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ചോദിക്കുന്ന പിതാവേ.